ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിയാലിറ്റി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ ചന്തമോളെ കിടത്തി ഉറക്കി പുതപ്പൊക്കെ പുതപ്പിച്ച് കൊടുത്തിട്ട് ആദർശ് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നയനയാണെങ്കിൽ റൂമിൽ അവിടെ തൻ്റെ വീട്ടിലിരിക്കുക. ആ സമയത്ത് ആദർശിൻ്റെ കോള് വന്നു. അപ്പോൾ താൻ കിടന്നോന്ന് ചോദിച്ചു. ഞാൻ കിടക്കാൻ തുടങ്ങുമായിരുന്നു എന്ന് നയന പറയുമ്പോൾ കിടക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും ഇവിടുന്ന് വിളി വന്നില്ലേ എന്ന് ചോദിച്ചു. അല്ല, നേരത്തെ സംസാരിച്ചല്ലേ ഉള്ളൂ ആദർശേട്ടാ, അപ്പൊ അതുകൊണ്ട് എന്താ ഒന്നുകൂടെ സംസാരിക്കുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന് ആദർശ് നയനയോട് ചോദിക്കും കേട്ടോ. അപ്പോൾ ഇല്ലാന്ന് പറഞ്ഞു. നീ ഒരു ദിവസം ഒന്നും പറഞ്ഞില്ല അങ്ങോട്ട് പോയത്, പിന്നെന്താ അവിടെ തന്നെ നിന്നേ? ഇവിടെ എല്ലാവരും വലിയ വിഷമത്തിലല്ലേ ആദർശേട്ടാന്ന് നയന ചോദിക്കാം. നന്ദുവിന്റെ വിവാഹം മുടങ്ങി, അതുപോലെ അഭി ജയിലിലായതിനു ശേഷം നവ്യേച്ചി ആണെങ്കിൽ വീണ്ടും ശത്രുതയിലായില്ലേ എന്ന് നയന ചോദിച്ചു ആദർശിനോട്. അത് മാത്രമല്ല, അങ്ങനെ ഒരു സാഹചര്യത്തിൽ അച്ഛനും അമ്മയ്ക്കും ആശ്വാസം കൊടുക്കാനായിട്ട് ഞാൻ 2 ദിവസം ഇവിടെ നിൽക്കുന്നതിലേ തെറ്റില്ലല്ലോ ആദർശേട്ടാ എന്നിങ്ങനെ നയന പറയുമ്പോൾ അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ ഇടയ്ക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാലോ. നാളെ ഓഫീസിലേക്ക് പോകുമ്പോൾ അതിന് ഞാൻ അവിടേക്ക് വിടുകയും ചെയ്യാമെന്ന് ആദർശ് പറയുക. ഞാനില്ലാത്തത് കൊണ്ട് ഉറക്കം വരുന്നില്ല അല്ലേ എന്ന് നയന അന്നേരം ചോദിച്ചു. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ സത്യം. പിന്നെ അല്ല, മോൾ ഉറങ്ങി ആദർശേട്ടാന്ന് ചോദിക്കുമ്പോൾ മോളൊക്കെ ഉറങ്ങി, ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാ തൽക്കാലം മോളെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ നാളെ അങ്ങ് എത്താം ആദർശേട്ടാന്ന് നയന പറയുമ്പം ശരി ആയിക്കോട്ടെ ഗുഡ് നൈറ്റും പറഞ്ഞു ഫോണും കട്ട് ചെയ്തു. അപ്പത്തേക്കും നയനയ്ക്കുള്ള പാലുമായിട്ട് കനക വന്നു. അമ്മേ, ആദർശേട്ടനാ വിളിച്ചത്, ഞാൻ അടുത്തില്ലാത്തത് കൊണ്ട് നല്ല വിഷമമുണ്ടെന്നാണ് തോന്നുന്നതെന്ന് അതിനെ പറയുമ്പം അതും എന്നെ കാണാതിരിക്കുമോ മോളെ? എന്ന് വെച്ചാൽ മോളുടെ ഈ ഒരു അവസ്ഥയിൽ മോൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാൻ എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ എന്ന് അമ്മ മോളോട് ചോദിക്കുക. 7-ാം മാസം ആയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വരുമല്ലോ അമ്മേ എന്ന് പറയുമ്പോൾ അത് ശരിയാ, പക്ഷേ ആദർശമോനെ ദേവയാനിയുടെയും സ്വഭാവം വെച്ചിട്ടേ 7-ാം മാസം വിളിച്ചുകൊണ്ട് വരുന്ന ചടങ്ങേ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാലേ പെട്ടെന്ന് തന്നെ നിന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുമെന്നായി എനിക്ക് തോന്നുന്നതെന്ന് കനക അന്നേരം പറയുക. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിനൊക്കെയുള്ള സാധ്യതയൊക്കെ ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു നയന. പിന്നെ മോളെ, നിങ്ങളുടെ ജീവിതം സത്യം പറഞ്ഞ ആരെയും അസൂയപ്പെടുത്തുന്നത് തന്നെയാ മോളെ. പക്ഷേ നവ്യമോളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് എന്ന് കനകം ഇങ്ങനെ മോളോട് പറയുകയും ചെയ്തു. അപ്പൊ അത് കേട്ടപ്പോൾ നയനയ്ക്കും ഭയങ്കര അബിയുടെ സ്വഭാവം നല്ലതായിരുന്നെങ്കിൽ അവർക്കും എത്രത്തോളം നന്നായി ജീവിതം ആസ്വദിക്കാനൊക്കെ പറ്റുമായിരുന്നു എന്നും കനക ചോദിക്കുക. അപ്പൊ അത് കേട്ടപ്പോൾ നയനയ്ക്ക് ഭയങ്കര സങ്കടം. അതിന്റെ ഇടയ്ക്ക് അവൻ എന്തിനാ ഇങ്ങനെ അത്യാഗ്രഹം കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തതെന്ന് പറയുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരുപാട് പെൺകുട്ടികളുടെ ശാപം ഉണ്ടമ്മേ, പ്രത്യേകിച്ച് ചന്തുമോളുടെ അമ്മയുടെ. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് അവനെ അനക്ക ശപിക്കുന്നുണ്ടാകുമെന്ന് നയന പറയുക. അന്നേരം അത് നീ പറഞ്ഞത് ശരിയാ, അവനെപ്പോലെ ഒരുത്തനൊപ്പം നവ്യമോൾക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നൊന്നും അറിയില്ലല്ലോ മോളെ എന്ന് കനക പറയുവാണ്. എന്നാ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അവളോടൊന്ന് പറയാനോ അതിനും പറ്റണില്ല എന്നും പറഞ്ഞു. അങ്ങനെ ഇവർ ഇക്കാര്യമൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കാം. മോൾ ഇവിടെ കുറച്ച് ദിവസം നിൽക്കാൻ ഞാൻ പറയുന്നതേ വേറൊന്നും കൊണ്ടല്ല കേട്ടോ, എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി തരാമെന്ന് വിചാരിച്ചിട്ടാ. ഇപ്പൊ അഭി ജയിലിലായതുകൊണ്ടേ ജലജയ്ക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും എന്ന് കനകനായനയോട് പറയണം. അവൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മോളെ വേദനിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് വരുമെന്ന കാര്യം കനക മുൻകൂട്ടി പറയുക. അതുകൊണ്ട് മോള് കരുതി വേണം കേട്ടോ നടക്കാനായിട്ട്, എപ്പോഴും എല്ലാത്തിലും ഒരു ശ്രദ്ധ വേണമെന്നും അമ്മ മോൾക്ക് പറഞ്ഞു കൊടുക്കുവാണ്. അങ്ങനെ അമ്മയും മോളും സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കഴിഞ്ഞ് പിന്നെ കാണിക്കാൻ നമ്മുടെ ആദർശ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ദേവയാനി അങ്ങോട്ടേക്ക് ചെന്നു. ഉറങ്ങിയില്ലേന്ന് ചോദിച്ചു. ഉറക്കം വന്നില്ല അമ്മേ. അമ്മയെന്താ ഉറങ്ങാത്തേന്ന് ചോദിച്ചു. അന്നേരം ഇല്ല, നയനമോളില്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഉറക്കം വരാത്തതെന്ന് നമ്മുടെ ആദർശിനോട് അമ്മയും പറയാം. നിനക്ക് വൈകുന്നേരം മോളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നുകൂടായിരുന്നു എന്നിങ്ങനെ ചോദിച്ചപ്പം അമ്മയ്ക്ക് മരുമോളെ കാണാതിരിക്കാനായിട്ട് പറ്റുന്നില്ലല്ലേ എന്ന് ചോദിച്ചു കേട്ടോ ആദർശ്. അപ്പോൾ എടാ ദേ 7-ാം മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോള് സ്ഥിരമായിട്ട് അവിടെ തന്നെയാണ് നിൽക്കാൻ പോകുന്നത്. പിന്നെ അതിനു മുൻപ് എനിക്ക് എൻ്റെ മരുമോൾക്ക് എന്താന്ന് വെച്ചാൽ ചെയ്തൊക്കെ കൊടുക്കണ്ടേടാന്ന് ചോദിച്ചു. അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേന്ന് ചോദിച്ചു. പിന്നെ മുത്തശ്ശിക്കും അത് തന്നെ കേട്ടോ ആഗ്രഹമെന്നും പറഞ്ഞു. അമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നാളെ രാവിലെ തന്നെ ഞാൻ പോയി അവളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അതോടെ അമ്മയുടെ പരാതിയൊക്കെ അങ്ങ് തീരുമല്ലോ എന്നും പറഞ്ഞു ആദർശ്. നിനക്കും അവളില്ലാതെ പറ്റില്ലെന്ന് എനിക്കറിയാം, അങ്ങനെ അത് ശരിയല്ലേ എന്ന് ദേവയാനി ചോദിച്ചപ്പം ആദർശ് ഒന്ന് ചിരിച്ചു. പിന്നെ എന്തിനാടാ നീ എൻ്റെ കാര്യം മാത്രം പറയാൻ നിൽക്കുന്നേ? നിന്റെ കാര്യം പറഞ്ഞാൽ എന്താ നിനക്ക് കുഴപ്പം? പിന്നെ നീ അവിടെ പോയി അവളെ വിളിക്കുമ്പോഴേ അതൊരു കാരണമായിട്ട് പറഞ്ഞോളണം കേട്ടോ, അതിന് ഞാനും സപ്പോർട്ട് ചെയ്തോളാമെന്ന് ദേവയാനി ആദർശിനോട് പറയുക. അമ്മേ, അവളെ ഈ വീടിന്റെയും നമ്മുടെ ജീവിതത്തിന്റെയും ഒരു ഭാഗമായി കഴിഞ്ഞില്ലേ എന്ന് ആദർശ് ദേവയാനിയോട് ചോദിക്കണം. ഇനിയിപ്പോ അവളില്ലാണ്ട് നമുക്ക് ആർക്കും അധിക ദിവസമൊന്നും തള്ളി നിൽക്കാനായിട്ട് പറ്റത്തില്ല, അതാ ശരിക്കും പറഞ്ഞാൽ സത്യമൊന്നും ആദർശ് പറയുമ്പം ശരിയാണെന്ന് ദേവയാനി അങ്ങ് സമ്മതിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേന്നായി രാവിലെ നയനയ്ക്കുള്ള ചായയായിട്ട് കനക വന്നു. അപ്പോൾ ആദർശ് വരുന്നുണ്ട് നയനെ കൊണ്ടുപോകാൻ എന്നുള്ള കാര്യം നയന കനകത്തിനോട് പറയണു. അയ്യോ, ഞാൻ അവിടെ ഇല്ലാണ്ട് പറ്റില്ല അമ്മേ എന്ന് നയന കനകത്തോട് പറയാം. ആദർശേട്ടന് മാത്രമല്ല ആദർശേട്ടൻ്റെ അമ്മയ്ക്കും പിന്നെ എനിക്ക് വിശേഷം ഉണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം എന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം.
പിന്നെ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ എപ്പോഴും ഉണ്ടാക്കി തരുകയും വേണം. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം സാരമില്ല, അവർ നിർബന്ധിക്കുകയാണെങ്കിൽ മോള് പോയിക്കോളാൻ പറഞ്ഞു കനക. പിന്നെ മോള് 2-3 ദിവസം കൂടി ഇവിടെ നിന്ന് കഴിഞ്ഞാല് എനിക്കും അച്ഛനും ഒക്കെ ഒരു സന്തോഷമായിരിക്കും അതെന്ന് കനക നയനോട് പറയുമ്പം അമ്മ ആദർശേട്ടൻ വരുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ പറയാൻ പറഞ്ഞു നയന. അത് ഞാൻ പറഞ്ഞോളാമെന്ന് പറഞ്ഞു. പിന്നെ മോള് കുട്ടിക്കാലം മുതൽ ഞാനുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് ശീലിച്ച ആളല്ലേ, അതുകൊണ്ട് അതിനോടുള്ള ഇഷ്ടം കൂടും ഈ ഒരു സമയത്ത് എന്നൊക്കെ കനക പറഞ്ഞപ്പോൾ അത് അച്ഛനോട് പറഞ്ഞേക്കണേ, ഞാൻ ഇന്നങ്ങ് പോകുമെന്ന് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നയന. അപ്പൊ പറഞ്ഞോളാന്ന് പറഞ്ഞു. മറ്റു 2 മക്കൾ ഇവിടെ ഉണ്ടെങ്കിലും മോൾ അടുത്തുണ്ടെങ്കിലേ ഗോവിന്ദേട്ടൻ ഒരു പ്രത്യേക ഉന്മേഷാ. ഇടയ്ക്ക് ആദർശേട്ടൻ പറഞ്ഞായിരുന്നു ആർട്ട് ഗാലറിയൊക്കെ ഒന്ന് പുതുക്കി പറഞ്ഞിട്ട് ഒരു സ്റ്റാഫിനെയൊക്കെ വെക്കാമെന്ന്. അപ്പോ അച്ഛൻ കൗണ്ടറിൽ മാത്രം ഇരുന്നാൽ മതിയല്ലോ, അതിന്റെ ആവശ്യമല്ലേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. വലിയ അധ്വാനമുള്ള കാര്യമൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ മോളെ ഈ വീട് ഞങ്ങളുടെ പേരിൽ എഴുതി വാങ്ങി തന്നില്ലേ ആദർശം, ഇനി ഞങ്ങൾക്ക് വേണ്ടി പൈസ ഒന്നും കളയണ്ടാന്ന് അവനോട് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും അച്ഛനും വിപുലപ്പെടുത്തിയ ഒരു ആർട്ട് ഗാലറി അല്ലേ അമ്മ, അത് നിന്നു പോകരുതെന്ന് എനിക്കും ആഗ്രഹമുണ്ട് അമ്മേ എന്ന് നയന പറയുമ്പോൾ പിന്നെ മോൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിൽ സമ്മതക്കുറവൊന്നും ഇല്ലാട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ മോൾക്ക് ഇപ്പൊ പിടിപ്പത് പണിയല്ലേ ഉള്ളത്, അതിന്റെ ഇടയ്ക്ക് ഇത് നടക്കുവോ? ഇപ്പൊ മൂർത്തീസ് ജ്വല്ലറിയുടെ വലിയ ഡിസൈനറൊക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പം എല്ലാം കൂടെ നോക്കാൻ മോളെ കൊണ്ട് പറ്റത്തുമില്ല. അതുകൊണ്ട് ഞാൻ കാര്യമൊന്നും നോക്കണ്ട കേട്ടോ, ഇപ്പൊ ഈ ഒരു രീതിയിൽ അങ്ങ് പോട്ടെ എന്നും പറഞ്ഞ് ഇവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ ആദർശ് വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ മോൻ വന്നു എത്ര പെട്ടെന്ന് കനക ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ഒരേ നിർബന്ധം മരുമോളെയും കൂട്ടി ചെല്ലണമെന്ന്. അമ്മയ്ക്കാണോ നിർബന്ധം അതോ മോനാണോ എന്ന് നന്ദു അന്നേരം ചോദിച്ചു കേട്ടോ. സമയത്ത് ആദർശര് വലിച്ച് ജിയൊക്കെ ചിരിച്ച് ഇങ്ങനെ നയനെ നോക്കിക്കൊണ്ട് എങ്ങനെ നിൽക്കുക. അപ്പോൾ മോനെ 1-2 ദിവസം നയനമോളെ ഇവിടെ നിർത്താമെന്നാ കരുതിയതെന്ന് കരകെ അന്നേരം പറഞ്ഞു. പിന്നെ മോള് പറഞ്ഞു രാവിലെ തന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ മോൻ വരുന്നുണ്ടെന്നുള്ള കാര്യം. പിന്നെ ഞങ്ങൾ നിർബന്ധിക്കാൻ പോയില്ല എന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി അമ്മ തീരെ ഉറങ്ങിയിട്ടേ ഇല്ല. 7-ാം മാസം ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണല്ലോ സ്ഥിരമായിട്ട് നിൽക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പം മരുമോൾക്ക് ആവശ്യമുള്ളതൊക്കെ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഒരേ നിർബന്ധമാണെന്ന കാര്യമൊക്കെ ആദർശ് പറയുന്നു. ഇക്കണക്കിന് 7-ാം മാസം ഇങ്ങോട്ട് ചേച്ചിയെ വിളിച്ചോണ്ട് വന്നാലും എത്ര ദിവസം ഇവിടെ നിർത്തുമെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് കേട്ടോ എന്ന് നന്ദു പറയുക. അന്നേരം ആദർശ് ഒന്ന് ചിരിച്ചു. അതെ, അത് ഞങ്ങൾ പറയുകയും ചെയ്ത കാര്യം കേട്ടോ എന്ന് കനക അവിടെ വെച്ച് പറയുകയും ചെയ്തു. 2 പേരോടും കൂടി ഞാനൊരു കാര്യം പറയാം, ആ ജലജയെ നിങ്ങളൊന്ന് സൂക്ഷിക്കണം. അഭി ജയിലിലായതുകൊണ്ടേ നിങ്ങളെയൊക്കെ വിഷമിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കില്ല അവളെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പച്ചയെ മാത്രമല്ല ശരിക്കും പറഞ്ഞ നവ്യയെയും സൂക്ഷിക്കേണ്ട സമയമാണെന്ന കാര്യം പറയുവാണ് ആദർശ്. നവ്യ ഇപ്പൊ നോർമലായിട്ടൊന്നും അല്ല ഒന്നും ചിന്തിക്കുന്നത്, അവളുടെ മനസ്സിൽ മുഴുവനും വിഷമാണ്. നന്ദുവിനോടാണ് ദേഷ്യം കൂടുതലെങ്കിലും ഇവളോട് അതൊട്ടും കുറവായിട്ടുള്ള കാര്യമല്ല എന്നും പറഞ്ഞു. അതുകൊണ്ട് നന്നായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പം എന്ത് ചെയ്യാനാ മോനെ, ഒരു കുടുംബത്തിനകത്ത് തലതിരിഞ്ഞ് ഒരാളുണ്ടായാൽ മതിയല്ലോ എല്ലാം തകിടം മറിയാനായിട്ടെന്ന് പറഞ്ഞു കനക. റിമാൻഡിന്റെ കാലാവധി കഴിഞ്ഞ് അഭി എത്തിക്കഴിഞ്ഞാൽ അപ്പച്ചിയും ചേർന്ന് വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആദർശ് ഇങ്ങനെ പറയുക. ആദർശ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിയാണെന്ന് ഇവരും പറഞ്ഞു. പരിധി വിട്ട് കഴിഞ്ഞാലേ ചിലപ്പോൾ അവന് മുത്തശ്ശൻ പുറത്താക്കിയെന്ന് വരെ വരുമെന്നും പറഞ്ഞു ആദർശ്. അതെ അമ്മേ, ആദർശനെ കുടിക്കാൻ ചായ എടുക്ക, അപ്പോഴത്തേക്ക് ഞാൻ റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞു നയന. അയ്യോ അതൊന്നും വേണ്ട, ഞാൻ ചായ കുടിച്ചിട്ടാ പോന്നേന്ന് പറഞ്ഞപ്പോൾ അതൊന്നും സാരമല്ല മോൻ ഇരിക്കും, ഒരു ചായ എങ്കിലും കുടിക്കാതെ എന്തൊരു പോക്കാതെ മോൻ ഇരിക്കുന്നും പറഞ്ഞുകൊണ്ട് കനക പിടിച്ച് അവിടെ ഇരുത്തി. ആ സമയത്ത് നയനയാണെങ്കിൽ റെഡി ആവാനായിട്ട് അങ്ങ് പോവുകയും ചെയ്തു. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ആദർശ് നന്ദുവിന് വേറെ കല്യാണാലോചന ഒന്നും വന്നില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഇതുവരെ ഇല്ല, അതൊരു ഭാഗ്യ. ഇനി ആദർശേട്ടനായിട്ട് ആലോചനകളൊന്നും ദയവ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരരുത് കേട്ടോ എന്ന് പറയും. അയ്യോ ഞാൻ ആ വിഷയത്തിൽ ഇടപെടുന്നേ ഇല്ല കേട്ടോ എന്ന് ആദർശൻ നന്ദുവിനോട് പറയൂ കേട്ടോ. അപ്പോ നിനക്ക് പറ്റുന്ന ഒരു പയ്യനെ കണ്ടെത്താനേ വലിയ പാടാ കേട്ടോ എന്ന് ആദർശ് പറഞ്ഞു. ഒരുമാതിരിപ്പെട്ടവർക്ക് ഒപ്പം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ എൻ്റെ ആദർശേട്ടാ, ഇതാകുമ്പോൾ ജോലി ചെയ്യാൻ പോലും ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞു. എന്ന് കരുതി എന്നും ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. നല്ല ബന്ധം വല്ലത് വന്നു കഴിഞ്ഞാലേ നമ്മൾ കൈ കൊടുക്കണമെന്ന് ആദർശ് നന്ദുവിനോട് പറഞ്ഞു. അപ്പൊ നന്ദു ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക. അനിയായിട്ട് നന്ദു ഒന്നിക്കുന്നതിലേ എനിക്കോ ഇതൊരു അഭിപ്രായമൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ. പക്ഷേ അന്നേരം അപ്പച്ചിയുടെ കാര്യം, ചെറിയമ്മയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അവരെ കൊണ്ട് ഇതൊക്കെ സമ്മതിപ്പിച്ചെടുക്കുന്നത് വലിയൊരു ചടങ്ങാണെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മുന്നിൽ തന്നെ ഉണ്ടാകും, നിങ്ങളെ 2 പേരെയും അനുഗ്രഹിക്കാനെന്നും പറഞ്ഞു ആദർശ് അവിടെ ഇരിക്കുന്നു. നന്ദു ഇങ്ങനെ ആലോചിച്ച് അവിടെ ഇരിക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ നവ്യ അവിടെ നിൽക്കുന്നു. നയനയും ആദർശും കൂടെ വീട്ടിലേക്ക് വന്നു. നന്ദുവിന്റെ കല്യാണം നമ്മളായിട്ട് ആലോചിച്ച് നടത്തും എന്നൊക്കെയാണ് പറയുന്നത്. അവളുടെ മനസ്സ് നമുക്കറിയാലോ എന്നൊക്കെ നയന ഇറങ്ങി വന്നു ആദർശിനോട് പറയുക. അപ്പോൾ ഈ അനന്തപുരിയുടെ മുറ്റത്ത് നിന്ന്
അപ്പൊ അവൾക്ക് കുറച്ച് സാവകാശം കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നും പറഞ്ഞ് ഇവര് സംസാരിക്കുന്നതൊക്കെ മുകളിൽ നിന്ന് നവ്യ കാണുക. അവൾ സർവീസിലേക്ക് കയറിയതല്ലേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞ പിന്നെ ജോലിയിലൊന്നും ശ്രദ്ധിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അനിയും നന്ദും തമ്മിൽ അടുക്കുക എന്നുള്ള ഒരു പേടിയാ അമ്മയ്ക്കെന്ന് നയന പറയുക കേട്ടോ. അതുകൊണ്ടാ അമ്മയും അച്ഛനും എത്രയും പെട്ടെന്ന് നന്ദുവിന്റെ കല്യാണം നടത്തണമെന്നും പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നതെന്ന് നയന ഇങ്ങനെ പറഞ്ഞപ്പോ അവരങ്ങനെ പറയുമ്പോഴും എന്റെ ഉള്ളിന്റെ ഉള്ളില് നന്ദു അനി ഒന്നിക്കണം തന്നെയാണെന്ന് പറഞ്ഞ ആദർശം. അപ്പൊ എന്റെ ആഗ്രഹം അങ്ങനെ തന്നെ ആദർശേട്ടാ. പിന്നെ ദൈവം ഇനി അവരെ ഒന്നിപ്പിക്കുന്നെങ്കിലേ അങ്ങനെ അങ്ങ് ഒന്നിപ്പിക്കട്ടെ എന്നും പറഞ്ഞതേ നയന. പക്ഷേ നമുക്കതിന് മുൻകൈ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമല്ലേ ആദർശേട്ടാ എന്ന് നയന പറയുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചു. ആ സമയത്ത് നമ്മുടെ നവ്യ മുകളിൽ നിന്ന് ചിന്തിക്കാം, അയാൾ ചെയ്ത തെറ്റ് ജീവിതത്തിൽ ഒരു ഭാര്യയ്ക്കും പൊറുക്കാൻ പറ്റാത്ത തെറ്റാ. എന്നിട്ടും അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അയാൾക്കും ഒരു കുഴപ്പവും ഇല്ല. രണ്ടാളും ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. എന്റെ ജീവിതമാണ് ഇരുട്ടിലായിരിക്കുന്നതെന്നും ഈ സന്തോഷം ഞാൻ തല്ലിക്കെടുത്തു. ഒരവസരം കിട്ടിയാലെന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ അവിടെ നിൽക്കുക. അതായത് നയനയുടെ ജീവിതം തകർത്ത് കളയാനുള്ള ഒരു ആയുധമാക്കി ഇങ്ങനെ ആയുധം ഉണ്ടാക്കുമെന്നുള്ളൊരു രീതിയിൽ തന്നെ നമ്മുടെ ചേച്ചിപ്പെണ്ണ് അവിടെ നിൽക്കുക കേട്ടോ നവ്യ. അത് കഴിഞ്ഞ് പിന്നെ നവ്യയുടെ ഫോട്ടോ ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ദേവേനെ ഇരിക്കുമ്പോഴത്തേക്കും പുറകിൽ കൂടെ വന്നിട്ട് ഒരാൾ കണ്ണു പൊത്തി. അപ്പത്തേക്കും മോളേന്നും പറഞ്ഞ് വിളിച്ചു നമ്മുടെ ദേവയാനി. വിട് എന്നും. അപ്പൊ എന്റെ മരുമോളെ എനിക്ക് കാണണ്ട, എന്നെ സ്പർശിച്ചാ മതി, എനിക്ക് അറിയാൻ കേട്ടോ എന്ന് ദേവയാനി ഇങ്ങനെ നയനയോട് പറയുമ്പോഴേക്കും കൈ ഇങ്ങനെ എടുത്തു നയന. അങ്ങനെ അമ്മയും മോളും കെട്ടിപ്പിടിച്ച് വിശേഷമൊക്കെ പറഞ്ഞു നിൽക്കുക. ഇന്നലെയാണെങ്കിൽ അവന് ഒട്ടും ഉറക്കമില്ലായിരുന്നു മോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ആദർശേട്ടൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, അമ്മയ്ക്ക് ഉറക്കമില്ലെന്നുള്ളതാണല്ലോ എന്ന് നയന പറയുമ്പോ അമ്മ പെട്ടെന്ന് പോയി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു എന്നും പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അത് പിന്നെ അവൻ അങ്ങനെയല്ലേ മോളെ പറയത്തുള്ളൂ എന്ന് ചോദിച്ചു ദേവയാനി. പക്ഷെ രണ്ടും സത്യമായ കാര്യമാണെന്നും എനിക്കും അവനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മോളില്ലാത്തത് കൊണ്ടെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. എന്തിന് അവന്റെ അച്ഛൻ പോലും പറഞ്ഞു, നയനമോളെ 7-ാം മാസം അങ്ങോട്ട് വിടുകയല്ലേ, പിന്നെ എന്തിനാ ഇപ്പോഴും അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചെന്ന കാര്യമൊക്കെ പറയുമ്പോൾ നയനയ്ക്ക് ഒരു ചിരി. മോളുമായിട്ട് അധികം സംസാരമൊന്നും ഇല്ലെങ്കിലും മോള് അധിക ദിവസം ഇവിടെ ഇല്ലാതിരുന്ന ജയേട്ടനും അജയനും ഒക്കെ ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറയാം. ആദർശിന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അങ്ങനെ തന്നെയാണെന്നൊക്കെ ദേവയാനി പറയുകയും ചെയ്തു. പക്ഷെ 7-ാം മാസം എന്റെ വീട്ടുകാരുടെ അവകാശം കേട്ടോ എന്നെ അവിടെ കൊണ്ടുപോയി നിർത്തുക എന്നുള്ളത്. അതെ, ആദർശേട്ടന്റെ എന്റെ അച്ഛനും അമ്മയ്ക്കും മേടിച്ചു കൊടുത്ത വീടല്ലേ, അപ്പൊ ആദർശേട്ടന്റെ വീടല്ലേ അതെന്ന് നയന ചോദിച്ചു. അത് മോളുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോ എങ്ങനെയാ ഞങ്ങൾ മോളെ കാണുന്നേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴാണ് നയന ഇത് പറയുന്നത്. അപ്പൊ അത് അങ്ങനെയുള്ള അവകാശം ഒന്നും പറഞ്ഞുകൊണ്ടല്ല അവിടെ നിൽക്കുന്നത്, എന്റെ മോളെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് ദേവയാനി അന്നേരം പറഞ്ഞു. ഞാനേ മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി തരാട്ടോ എന്നും ദേവയാനി പറയുകയും ചെയ്തു. അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾ കുട്ടിക്കാലം മുതലേ കഴിക്കുന്നത്. അതുകൊണ്ട് മോൾക്ക് അവിടെ ഉണ്ടാക്കുന്ന ഫുഡിന്റെ അത്രയും ഇവിടുത്തേത് ഇഷ്ടാവൂന്നൊന്നും എനിക്ക് അറിയില്ല, എന്നാലും അമ്മയ്ക്ക് കഴിയുന്നത് പോലെ അമ്മ എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞു. പിന്നെ അവന്റെ മുത്തശ്ശി അങ്ങനെ അടുക്കളയിലൊന്നും കയറാറില്ല, ഇപ്പോ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ തന്നെ ആരും അതിന് കുറ്റവും പറയാറില്ല എന്നൊക്കെ ദേവയാനി പറയുന്നു. എനിക്ക് എന്റെ വീട്ടിലെ ഭക്ഷണത്തെക്കാളും ഇഷ്ടമായിരുന്നു ഇവിടെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമെന്ന് ദേവയാനി പറയുമ്പോൾ എനിക്ക് രണ്ടും ഇഷ്ടാ, മുത്തശ്ശി ഉണ്ടാക്കുന്നതും എന്റെ അമ്മ ഉണ്ടാക്കുന്നതും ഇഷ്ടമാണെന്ന് പറഞ്ഞു നയന. എന്നാ പിന്നെ വാ അമ്മ ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചോണ്ട് പോവാ നയനെ. പിന്നെ അടുക്കളയിൽ ധൃതിപ്പെട്ട് ജാനകി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ദേവയാനി നയനയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. ഇളയമ്മയുടെ മാറ്റത്തിൽ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു നയന. പക്ഷെ ഒരു കാര്യം, നിന്റെ അനിയത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കൂട്ട് നിൽക്കരുത് എന്ന് ജാനകി നയനയോട് പറയുന്നു. അപ്പൊ നയന ഇങ്ങനെ ദേവയാനി ഒരു നോട്ടം, അതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറയുമ്പം വീട്ടിലാരും ആ ബന്ധത്തെ അനുകൂലിക്കുന്നില്ലല്ലോ ഇളയമ്മയെന്ന് നയന അന്നേരം പറഞ്ഞു. പിന്നെ ഞാനായിട്ട് എന്തിനാ അതിൽ താല്പര്യം വെക്കുന്നതിന്റെ ആവശ്യമില്ലല്ലോ എന്നും നയന പറയാം. അനാമിക കാണിച്ച കൊള്ളരുതായ്മയ്ക്ക് നന്ദുവിനെ തന്നെ ആയിരുന്നു ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടിയിരുന്നത് ദേവയാനി പറയുമ്പം ഏട്ടത്തി എന്താ ഈ പറയുന്നേ, ഈ വീട്ടിലെ 2 പേര് ആ വീട്ടിലെ മക്കൾ തന്നെയല്ലേ, ഒരു വീട്ടിൽ നിന്ന് തന്നെ 3 ബന്ധം എടുക്കേണ്ട ആവശ്യമുണ്ടോ, അതൊരിക്കലും ശരിയാവില്ല ഏട്ടത്തി എന്ന് ജാനകി പറയുമ്പോൾ ദേവയാനി ഒന്നും മിണ്ടിയില്ല കേട്ടോ. പിന്നെ നോക്ക്, നിനക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് ജാനകി പറഞ്ഞു. ഇനിയിപ്പോ ഏട്ടത്തിക്കൊപ്പം ഞാനും ഇവിടെ പഴയതുപോലെ ഉണ്ടാകും, എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. നിന്റെ കുഞ്ഞിനെ ലാളിക്കാനേ ഇവിടെ എല്ലാവരും തയ്യാറായിരിക്കുക. പിന്നെ ഈ നിൽക്കുന്ന ഏട്ടത്തിക്ക് ഒരു ദിവസം പോലും നീ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് ഇഷ്ടമല്ലാണ്ടായിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ജാനകി. അപ്പോ എനിക്ക് കരള് തന്ന് എന്റെ ജീവൻ നിലനിർത്തി എന്റെ പൊന്നു മോളാ ഞാൻ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ എന്ന് ദേവയാനി അന്നേരം പറയണു. എനിക്കിപ്പോ ഇവിടെ എന്റെ സ്വന്തം മോള് തന്നെയാണെന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ട് അധിക ദിവസമൊന്നും എനിക്ക് ഇവിടെ കാണാതിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ദേവയാനി പറയുക. അപ്പൊ 7-ാം മാസം കഴിഞ്ഞോ എന്ന് ജാനകി ചോദിക്കുമ്പോ അത് പിന്നെ നമുക്ക് അന്ന് ആലോചിക്കാവെന്ന് പറഞ്ഞു. അപ്പൊ ആ ചടങ്ങൊന്നും നടത്തണ്ടെന്നാണ് അമ്മ പറയുന്നത് നയന ചോദിച്ചപ്പോ എന്നും പറഞ്ഞോട് ദേവയാനി നിൽക്കുന്നു. ചടങ്ങൊക്കെ നടത്തണം, ചടങ്ങൊക്കെ നടത്തി കഴിഞ്ഞാലും
പിന്നെ അവിടെ തന്നെ നിൽക്കണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. അതൊക്കെ നമ്മളുണ്ടാക്കി വെച്ച നിയമങ്ങളല്ലേ എന്നൊക്കെ ചോദിക്കാട്ടോ നമ്മുടെ ദേവയാനി. അതിന് ശേഷം അവിടെ നിൽക്കുമല്ലോ എന്നുള്ള ആശ്വാസത്തിലെ എന്റെ അമ്മയും അച്ഛനും കേട്ടോ ഒന്ന് അതിനെ പറയുമ്പോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോയി നമ്മുടെ ദേവയാനി. അത് കഴിഞ്ഞ് പിന്നെ അബിയെ കാണാൻ ജയിലിൽ ചെല്ലുക. അവിടെ ചെന്നപ്പോ അബി ഭയങ്കര സങ്കടം അഭിനയിച്ച് നിൽക്കുക. എങ്ങനെയുണ്ടടാ എന്ന് ചോദിച്ചു കേട്ടോ. നേരം ജയിലിൽ വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടിയാണ് നിനക്ക് തരേണ്ടത് എന്ന് ചോദിച്ചു കൂട്ടെ ഈ അബി. ഇവിടെ കിടക്കുന്നതേ കള്ളനും കൊലപാതകികളും ഒക്കെയാ. അവര് കാല് തടവി കൊടുക്കാൻ പറഞ്ഞാൽ അത് ഞാൻ ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ തല്ലുകൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ റിമാൻഡിന്റെ കാലാവധി കഴിഞ്ഞ ജാമ്യം കിട്ടുവോടാ എന്നൊക്കെ നവ്യ ഇങ്ങനെ അബിയോട് ചോദിച്ചു. അവിടെ എല്ലാവർക്കും സന്തോഷമായില്ലേ? എല്ലാരും ഹാപ്പി അല്ലേ? പ്രത്യേകിച്ച് നിന്റെ നയനയ്ക്കും ആദർശനും ഒക്കെ എല്ലാരും ഭയങ്കര ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചു. നന്ദുവിനെ കൊണ്ട് ഈ കളിയൊക്കെ കളിപ്പിച്ചത് അവളാ. അവൾക്ക് തുടക്കം മുതലേ എന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും എനിക്ക് മനസ്സിലായടാ. എൻ്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ ഒറ്റൊരാൾ പോലും നമുക്കൊപ്പം നിന്നില്ല ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞ് നവ്യ ഇങ്ങനെ അബിയോട് പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് നവ്യെ. നീ അച്ഛൻ്റെ അമ്മയുടെ മോൾ തന്നെയാണോ? എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണെന്ന് പറയുമ്പം എനിക്കും ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. മൂത്ത മോളെ അവര് ദത്തെടുത്തതാണോ? തുടക്കം മുതലേ നവ്യയും നയനയും നന്ദും തമ്മിലാണ് അടുപ്പമുള്ളത്. എന്റെ വീട്ടിലെ കൂട്ട് തന്നെ ആദർശവും അനിയും തമ്മിൽ ഒരുമിച്ചാണ് നടത്തം. അത് നിനക്കറിയാലോ. അത് ഞാൻ പുറമ്പോക്കായതുകൊണ്ടല്ലേ. ഞാൻ ഇന്നും അവർക്ക് അന്യനാ. അന്യ പെൺകുട്ടിക്ക് ആദർശനുണ്ടായ കുഞ്ഞാണ് ചന്തുമോള്. ആ കൊച്ചു വന്നതിന് ശേഷം ആ കൊച്ചിന് കൊടുക്കുന്ന സ്നേഹം പോലും നമ്മുടെ മോൻ ആരെങ്കിലും തന്നിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ നീ പറയുന്നതൊക്കെ ശരിയായ കാര്യം തന്നെയാ. അതുകൊണ്ട് തന്നെ ഞാനും നിന്റെ അമ്മയും ഒരുമിച്ച് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നീ പേടിക്കേണ്ട. ഇനിയിപ്പോ നിന്റെ അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ അതൊക്കെ കേൾക്കുമെന്ന് നവ്യ ഈ അബിയോട് പറയണം. നീ ഒന്ന് പുറത്ത് വന്നിട്ട് വേണം നമുക്ക് നമ്മുടേതായ രീതിയിൽ ഇതിനൊക്കെ മറുപടി കൊടുക്കാനെന്ന് നവ്യ ഇങ്ങനെ പറയുമ്പം അനാമികയൊക്കെ നീ കരുതുന്നത് പോലെ അത്ര പ്രശ്നക്കാരികളൊന്നും ആയിരുന്നില്ല എന്നും പിന്നെ നീയും ഒരു സമയത്ത് അനാമികയെ നന്നായി വെറുത്തതാണെന്നും അവൾക്കെതിരെ കോടതിയിൽ അവരുടെ വക്കീലും കള്ളത്തെളിവുകളൊക്കെ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനാമികയും വെള്ള പൂശുന്നു. അതിന് എന്റെ മുത്തശ്ശന്റെയും മാതൃശേട്ടന്റെയും ഒക്കെ പണവും സ്വാധീനവും ഒക്കെ കൂടി ഉണ്ടായിരുന്നു പറയുമ്പോൾ എനിക്കും ഇപ്പൊ അതൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയാം നവ്യ. ഈ സ്വർണ്ണ ബിസിനസ്സുകാര് സ്വർണം കൊണ്ടുവരുമ്പോഴേ അത് ഉരുക്കി പുതിയ ഫാഷനിലാക്കുന്ന സ്വർണം ആക്കി വിൽക്കുന്ന പതിവാണ് ഉള്ള കാര്യമാണ്. സ്വർണ്ണക്കടക്കാരെല്ലാരും അത് ചെയ്യാറുള്ള കാര്യമാണ്. പിന്നെ അതിനകത്ത് കുറച്ച് ബൾക്കായിട്ട് സ്വർണം വാങ്ങിച്ച് അത് നമ്മുടെ ജ്വല്ലറിയിലൂടെ ഞാൻ കൊടുത്തു. അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. ബില്ലില്ലാതെ ഞാൻ കൊടുത്തത്. അത് ഇത്ര വലിയ ക്രിമിനൽ കുറ്റമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നും ഇല്ലാത്തതാണെന്നൊക്കെ പറഞ്ഞു. അവിടെയും നമ്മുടെ വാതിൽ അവർ അടച്ചു കളഞ്ഞില്ലേ. നീ ടെൻഷൻ അടിക്കണ്ട. ഇനി എന്തിനും ഏതിനും നിന്റെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നവി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.